നമസ്കാരം, എല്ലാവർക്കും ബേസിക്സ് ഇൻ വെബ് ടെക്നോളജീസ് എന്ന സീരീസിലെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ തരം വെബ് ബ്രൗസേഴ്സുകളുണ്ട്, എല്ലാ വെബ് ബ്രൗസേഴ്സും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഈ ടോപ്പിക്കുകളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. എന്താണ് വെബ് ബ്രൗസർ, വെബ് ബ്രൗസറിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്, ഒരു വെബ് ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോജിക്കുകൾ എന്തൊക്കെയാണ്, കൂടുതലായിട്ട് ഉപയോഗത്തിലുള്ള വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ടോപ്പിക്കായ എന്താണ് വെബ് ബ്രൗസർ എന്നതിനെ കുറിച്ച് നോക്കാം. വെബ് ബ്രൗസർ എന്നാൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ വഴി ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ഫേസ്ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രൗസറിൽ ചെന്നിട്ടായിരിക്കും ഫേസ്ബുക്ക് പോലുള്ള സൈറ്റുകൾ ആക്സസ് ചെയ്യാം. സൈറ്റുകൾ ആക്സസ് ചെയ്യുന്ന ഒരു കോമൺ സോഫ്റ്റ്വെയറിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അടുത്തതിൽ പറയുന്നത് ഒരു വെബ് ബ്രൗസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണ്ട ഒരു സൈറ്റ്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണ്, ഫേസ്ബുക്ക് എന്നൊരു സൈറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൗസറിൽ facebook.com കൊടുക്കും. അപ്പോൾ ആ facebook.com എന്നുള്ളത് സെർവറിലേക്ക് ചെന്ന് സെർവറിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് ബ്രൗസർ അതിൻ്റെതായ രീതിയിൽ കൺവേർട്ട് ചെയ്ത് യൂസറിനെ കാണിക്കും. അങ്ങനെയായിരിക്കും നമുക്ക് ഫേസ്ബുക്ക് കാണാൻ പറ്റുക. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണുന്നത് ആ ഒരു കൺവേർഷൻ മൂലമാണ്. അപ്പോൾ ആ കൺവേർഷൻ നടക്കുന്നത് നമ്മുടെ ഈ വെബ് ബ്രൗസറിലാണ്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കിട്ടുന്നത് ആ സെർവറിൽ നിന്നാണ്. അതായത് നമ്മൾ ഏത് URL ആണോ കൊടുത്തത്, ഈ facebook.com എന്നുള്ളതാണ് URL. ആ കൊടുത്തിരിക്കുന്ന URL വെച്ചിട്ട് അതിന്റെ സെർവറിൽ ചെന്ന് അതിന്റെ ഡാറ്റ ഫെച്ച് ചെയ്ത് നമ്മുടെ ബ്രൗസറിൽ കിട്ടും. ബ്രൗസറാണ് പിന്നെ അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് തരുന്നത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് ഒരു വെബ് ബ്രൗസറിന്റെ വർക്കിംഗ്. ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തതായി നമുക്ക് വെബ് ബ്രൗസറിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് നോക്കാം. ഇതിൽ ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് ചെല്ലുന്നില്ല, കാരണം ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഞാനത് ഇതിൽ പിൻ ചെയ്യാം. എന്നാലും നമുക്ക് വേണ്ട മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു വെബ് ബ്രൗസറിന്റെ ബേസിക് ആർക്കിടെക്ചർ. ഇതിൽ മെയിൻ ആയിട്ടും യൂസർ ഇന്റർഫേസ്, ബ്രൗസർ എഞ്ചിൻ, റെൻഡറിംഗ് എഞ്ചിൻ, നെറ്റ്വർക്ക്, ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്റർ, UI ബാക്ക്എൻഡ് ആൻഡ് ഡാറ്റ പെർസിസ്റ്റൻസ്, ഇത്രയും സബ് മോഡ്യൂളുകളാണ് നമ്മുടെ ആർക്കിടെക്ചറിൽ വരുന്നത്. യൂസർ ഇന്റർഫേസിനെ കുറിച്ച് പറയാം. യൂസർ ഇന്റർഫേസ് എന്നാൽ നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ഇടപഴകുന്ന ചില ടൂൾസുകളുണ്ട്. ഇപ്പോൾ ബാക്ക് പോകാനാണെങ്കിലും ഫോർവേഡ് പോകാനാണെങ്കിലും മിനിമൈസ് ചെയ്യാൻ, മാക്സിമൈസ് ചെയ്യാൻ, ഇതേപോലുള്ള കുറച്ച് ടൂൾസ് നമ്മൾ ബ്രൗസറിൽ യൂസ് ചെയ്യും. അതിനെയാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂസർ ഇന്റർഫേസിൽ മെനു, ടൂൾ ബാറുകൾ വരുന്നുണ്ട്. ബാക്ക് പോവുക, ഫ്രണ്ട് പോവുക, ബുക്ക് മാർക്ക് ചെയ്യുക, ഇതേപോലെയുള്ള ഫങ്ഷനാലിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഫങ്ഷനാലിറ്റീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു യൂസർ ഇന്റർഫേസിന്റെ സഹായം അവിടെ ഉണ്ട്. ഈ യൂസർ ഇന്റർഫേസിൽ തന്നെയായിരിക്കും കൺവേർട്ട് ചെയ്ത് എടുക്കുന്ന ഡാറ്റാസ് ബ്രൗസറിലൂടെ യൂസറിനെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇന്റർഫേസ്, ആ ഒരു ബ്രൗസർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ ബ്രൗസറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷനാണ് കിട്ടുന്നത്, അതെല്ലാം യൂസർ ഇന്റർഫേസിന്റെ ഒരു ഭാഗമാണ്. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ആപ്ലിക്കേഷൻ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് ബ്രൗസർ എഞ്ചിനാണ്. അപ്പോൾ ബ്രൗസർ എഞ്ചിൻ എന്നുള്ളതാണ് ഒരു വെബ് ബ്രൗസറിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. ഈ ബ്രൗസർ എഞ്ചിനുകളിലാണ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സെർവറിൽ നിന്ന് നമുക്ക് വേണ്ട കണ്ടന്റ് കിട്ടും. ആ കണ്ടന്റ് പിന്നെ കൺവേർട്ട് ചെയ്ത് ബ്രൗസറിൽ കാണിക്കുക എന്നതാണ് വെബ് ബ്രൗസറിന്റെ ജോലി.
ആ ജോലി പ്രധാനമായിട്ടും ചെയ്യുന്നത് ബ്രൗസർ എഞ്ചിനിലാണ്. അപ്പോൾ ഒരു ബ്രൗസർ എഞ്ചിൻ ആയിരിക്കും ആ സെർവറിൽ നിന്നും കിട്ടുന്ന ഡാറ്റ കൺവേർട്ട് ചെയ്ത് UI-ൽ കാണിക്കുന്നത്. ഓക്കെ, അതാണ് അപ്പൊ അതിന്റെ ബേസിക്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, അത് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി വരുന്നതാണ് റെൻഡറിങ് എഞ്ചിൻ. റെൻഡറിങ് എഞ്ചിൻ എന്ന് പറയുന്നതും ബ്രൗസർ എഞ്ചിന്റെ ഒരു ഭാഗമാണ്. അതായത് ബ്രൗസർ എഞ്ചിൻ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ബ്രൗസറിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് റെൻഡറിങ് എഞ്ചിനാണ്. അതായത് ഇപ്പോൾ ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പൈൽ ചെയ്യാന്നൊരു പരിപാടി ഉണ്ട്. ഇപ്പോൾ ബ്രൗസറിൽ എങ്ങനെ മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ റെൻഡറിങ് എഞ്ചിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റെൻഡറിങ് എഞ്ചിൻ ഓരോ ബ്രൗസറിനും സെപ്പറേറ്റ് ആയിരിക്കാം. അതായത് ഇപ്പോൾ ഫയർഫോക്സിൽ വരുന്നത് ജീക്കോ എന്ന് പറയുന്ന ഒരു റെൻഡറിങ് എഞ്ചിനാണ്, ക്രോമിൽ ബ്ലിങ്ക്, പിന്നെ സഫാരിയിൽ വെബ് കിറ്റ്. അപ്പോൾ ചില CSS കോഡുകൾ എഴുതുമ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള വെബ് കിറ്റുകൾ ആഡ് ചെയ്ത് കാണാൻ പറ്റും. അതൊക്കെ ഈ റെൻഡറിങ് എഞ്ചിനിൽ പ്രോപ്പറായിട്ട് അത് ഡാറ്റ കൺവേർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അടുത്തതായി വരുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു വെബ് പേജ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ് ബ്രൗസറിൽ നിന്നും അതിന്റെ സെർവറിൽ ചെന്ന് അവിടെ നിന്നുള്ള ഡാറ്റ കിട്ടി അത് കൺവേർട്ട് ചെയ്തിട്ടാണ് ബ്രൗസറിൽ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ബ്രൗസറും ആ ഒരു വെബ് സെർവറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസും ബാക്കി അതിന്റെ ഒതന്റിക്കേഷനും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഈ നെറ്റ്വർക്കിംഗിലായിരിക്കും. അപ്പോൾ ഈ നെറ്റ്വർക്കിംഗിൽ പല പ്രോട്ടോകോൾസ് ഉണ്ട്. നമുക്ക് HTTP, HTTPS ആൻഡ് FTP ഇങ്ങനത്തെ കുറച്ചധികം നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോളുകളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലയന്റും സെർവറും തമ്മിലുള്ള കണക്ഷൻ വരുന്നത്. ഈ ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിൽ വെബ് ബ്രൗസറിനെയാണ്. കൂടുതൽ ഡെപ്ത് ആയിട്ട് ഈ ക്ലയന്റിന്റെയും സെർവറിന്റെയും പ്രയോഗം വരുന്നത് ഫ്രണ്ട് എൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും. നമുക്കിപ്പോൾ ആ ടൈമിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലയന്റ് എന്താണ് സെർവർ എന്താണെന്നൊന്നും കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ നെറ്റ്വർക്കിംഗിൽ ഇതാണ് ആ വെബ് ബ്രൗസറും സെർവറും തമ്മിലുള്ള കണക്ഷൻസ്, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിംഗ് മാനേജ് ചെയ്യുന്നത് ഈ ഒരു മോഡ്യൂളിലായിരിക്കും. വേണ്ട പ്രോട്ടോകോളുകൾ ഏതാണ്, അല്ലെങ്കിൽ ഒതന്റിക്കേഷൻ, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു നെറ്റ്വർക്കിംഗ് മോഡ്യൂളിലായിരിക്കും ഉണ്ടാവുക. അടുത്തതായി വരുന്നത് ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്റർ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു സെർവറിൽ നിന്നും വേണ്ട ഡീറ്റെയിൽസ് വെബ് ബ്രൗസറിലേക്ക് കിട്ടും. അപ്പോൾ കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും HTML, CSS-ഉം ജാവാസ്ക്രിപ്റ്റും ആയിരിക്കും. ഇതിൽ ഈ ജാവാസ്ക്രിപ്റ്റ് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്റർ വന്നിരിക്കുന്നത്. ഇവിടെ ആയിരിക്കും ആ കോഡിലുള്ള ജാവാസ്ക്രിപ്റ്റ് എല്ലാം റൺ ചെയ്ത് ഡൈനാമിക്കലി ആ ഒരു ബ്രൗസറിൽ കാണിക്കുന്നത്. ആ ഒരു യൂസറിന് ആക്സസിബിൾ ആയിട്ടുള്ള ബ്രൗസറിൽ കാണിക്കുന്നത് ഈ ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്ററിന് ശേഷമായിരിക്കും. പിന്നെ വരുന്നത് UI ബാക്ക്എൻഡും ഡാറ്റ പെർസിസ്റ്റൻസും കുറിച്ചാണ്. അത് അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറയുന്നില്ല. UI ബാക്ക്എൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ യൂസർ ഇന്റർഫേസിൽ നടക്കുന്ന ഇപ്പൊ ബാക്ക്, ഫ്രണ്ട് എന്നുള്ള UI എലമെന്റ്സിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിരുന്നല്ലോ ബ്രൗസറിൽ വരുന്നത്. അതിന്റെ ബാക്ക് എൻഡ് ലോജിക്കുകളൊക്കെ ആയിരിക്കും. പിന്നെ ഡാറ്റ പെർസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഒരു വെബ് ബ്രൗസറിന്റെ ബേസിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് നമ്മൾ ഒരു വെബ് ബ്രൗസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കാം. ഫേസ്ബുക്ക് എന്നൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാൻ ആക്സസ് ചെയ്യാൻ പോവാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എന്നൊരു ബ്രൗസർ നിങ്ങൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ബ്രൗസർ ഓപ്പൺ ആക്കും. എന്നിട്ട് അവിടെ google.com എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യും. അതിനുശേഷം അവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ നിന്നും നമ്മളുടെ നെറ്റ്വർക്ക് പ്രൊവൈഡർ ആയിട്ടുള്ള ഇവിടത്തേക്ക് പോകും, അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതിനുശേഷം ആ ഇന്റർനെറ്റ് സെർവർ ഒരു DNS സിസ്റ്റം ഉണ്ട്, അതായത് ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. ഈ ഒരു അവിടെയായിരിക്കും ഈ പേര് ഏത് IP-യുമായിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുക. അപ്പോൾ ആ IP നമുക്ക് DNS സെർവറിൽ നിന്ന് കിട്ടും. അത് എന്നിട്ട് നമ്മുടെ വെബ് ബ്രൗസറിൽ കിട്ടും. വെബ് ബ്രൗസറിൽ കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് കൂടെ ഏത് സെർവറിലേക്കാണ് പോകേണ്ടതെന്നും കൂടി അറിയും. അപ്പോൾ ആ ഒരു IP വെച്ചിട്ട് ആ ഡയറക്റ്റ് സെർവറിലേക്ക് പോകും. എന്നിട്ട് ആ സെർവറിൽ
ഈ വെബ് പേജിന് വേണ്ട HTML, CSS, JavaScript ഫയൽസ് ഉണ്ടാവും. ആ ഫയൽസ് പിന്നെ ആ സെർവർ വെബ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. വെബ് ബ്രൗസറിൽ കിട്ടിയതിന് ശേഷം നേരത്തെ പറഞ്ഞ ആർക്കിടെക്ചറുടെ ഇടപെടലുകൾ കൊണ്ട് റെൻഡർ ആവുകയും നമുക്ക് വേണ്ട വെബ്സൈറ്റ് നമ്മുടെ സ്ക്രീനിൽ വരികയും ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് റെഫർ ചെയ്യാം. ഇതിന് ശേഷം ഒരു 3 സ്റ്റെപ്സും കൂടി വരുന്നുണ്ട്. യൂസർ ഇന്ററാക്ഷൻ, കാച്ചിങ് ആൻഡ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴ ഡൈനാമിക് പേജസുകൾ അവൈലബിൾ ആണ്. അതായത് പേജ് നമുക്ക് കിട്ടിയതിനു ശേഷം പല ഇന്ററാക്ഷൻസും നമ്മുടെ അടുത്തുനിന്ന് വരാം. ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് പോവാം. ഫേസ്ബുക്കിൽ നമുക്ക് ലൈക്ക് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് പേജ് റീലോഡ് ആവാതെ ആ ലൈക്കിന്റെ അപ്ഡേഷൻ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു യൂസർ ഇന്റർഫേസിന്റെ ഉപയോഗം മൂലമാണ്. അതായത് കംപ്ലീറ്റ് പേജ് റീലോഡ് ആവാതെ ആ വേണ്ട അപ്ഡേറ്റ് എന്താണെന്ന് സെർവറിലേക്ക് അയക്കുകയും അവിടെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഫേസിലാണ്. അടുത്തതായിട്ട് വരുന്നത് കാഷിംഗ് ആണ്. അതായത് ഓരോ തവണയും നമ്മൾ ഒരു വെബ്സൈറ്റ് തന്നെ വീണ്ടും വീണ്ടും ആക്സസ് ചെയ്യുമ്പോൾ ഈ ഒരു ISPയിൽ ചെല്ലുക, സെർവറിൽ ചെന്ന് DNSന്ന് IP എടുക്കുക, സെർവറിൽ ചെന്ന ഡാറ്റ ഫയൽ എല്ലാം കളക്ട് ചെയ്യുക, എന്നിട്ട് ഡീകോഡ് ചെയ്യുക. ഇത്രയും ജേർണി ചെയ്യാതെ, ഇത്രയും യാത്ര ചെയ്യാതെ ബ്രൗസറിൽ തന്നെ ഇത് ക്യാഷ് ചെയ്ത് വെക്കും. അതായത് ബ്രൗസറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഇതിന്റെ ഒരു ഡ്രാഫ്റ്റഡ് വ്യൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത തവണ നിങ്ങൾ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇത്രയും കടമ്പകൾ കഴിയേണ്ട കാര്യം വരില്ല. അവർ ക്യാഷിൽ നിന്നെടുത്ത് കാണിക്കുന്നതായിരിക്കും. അതാണ് കാഷിങ്ങിന്റെ ഉപയോഗം വരുന്നത്. പിന്നെ വരുന്നത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഇതില് ഈ വെബ് ബ്രൗസറിൽ ചില വെബ് ബ്രൗസറുകൾ ആ ബ്രൗസറിൽ തന്നെ ഈ ആഡുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രവുമല്ല ആ ഒരു യൂസറിന് വേണ്ടിയിട്ടുള്ള ചില സെക്യൂരിറ്റി പ്രൊവിഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കുക്കീസ് വേണ്ടതല്ലെങ്കിൽ അവർ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന ചില ബ്രൗസേഴ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെയുള്ള മാനേജ്മെന്റും വെബ് ബ്രൗസറുകളിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഗൂഗിൾ ക്രോം ആയിരിക്കും യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നീട് നല്ല ബ്രൗസറായിട്ട് റേറ്റ് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ്. പിന്നെ ഇതെല്ലാമാണ് ബാക്കിയുള്ള വെബ് ബ്രൗസേഴ്സുകൾ പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഇതൊരു തിയറിയാണ്. ഇതിൽ മെയിനായിട്ടും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. വെബ് ബ്രൗസറുകൾ എന്നാൽ എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളാണ്. നമുക്ക് വേണ്ട വെബ് പേജുകൾ നമുക്ക് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു ടൂൾ. അത്രയേ ഉള്ളൂ ഒരു വെബിന്റെ ഡ്യൂട്ടി. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. അതായത് ഓരോ റെൻഡർ എഞ്ചിനുകൾ ഉണ്ട്. ഓരോ വെബ് ബ്രൗസേഴ്സിന് വേണ്ടിയിട്ട് ഓരോ റെൻഡർ എഞ്ചിനുകൾ ഉണ്ട്. ആ റെൻഡർ എഞ്ചിനുകൾക്ക് വേണ്ടിയിട്ട് ചില സമയത്ത് നമുക്ക് അഡീഷണൽ കോഡിങ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗൂഗിളിന് അല്ലെങ്കിൽ വെബ് കിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ വെബ് കിറ്റ് ആ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ പെർട്ടിക്കുലർ വെബ് ബ്രൗസറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെബ് കിറ്റ് എന്നുള്ള കീവേഡ് ഇട്ടുണ്ടെങ്കിൽ മാത്രമേ ചില CSS അവിടെ വർക്ക് ചെയ്യുള്ളൂ. അതേപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൗസേഴ്സ് എന്നുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിൽ പറയാം. അപ്പോൾ ഇത്രയും കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.